ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ വീട്ടുകാരെയും വിരുന്നുകാരെയും എല്ലാം നെട്ടിക്കാൻ പറ്റിയ കുറച്ച് വിഭവങ്ങളായിട്ടാണ്. ഞാനില്ലേ ഞായറാഴ്ച രാത്രി കുട്ടികൾക്കും ഇക്കാക്കും ഒരു സർപ്രൈസ് ആയിട്ട് ഡിന്നറെല്ലാം ഒരുക്കിയിട്ടുണ്ടായിന്. അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. അന്നത്തെ ദിവസം ഫുൾ ഡേ വ്ളോഗ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പം ഇതാ അന്നത്തെ ദിവസം രാവിലെ അപ്പം അതുപോലെ തന്നെ സുബി നമസ്കാരവും കാര്യങ്ങളെല്ലാം ഒന്ന് ഇതാ പള്ളിയിലേക്ക് പോലാണ്. എന്നിട്ട് എന്താ പറയുക പാൽ വരും, അത് കഴിഞ്ഞ് പിന്നൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പോവും, ജിമ്മിലേക്ക് പോവും. അങ്ങനെ പിന്നെന്താ ഞായറാഴ്ച ആണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു പതിവ് പരിപാടികളൊന്നും ഇല്ലാണ്ടാക്കലില്ല കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ. നമ്മൾ രാവിലെ എണീച്ചിട്ട് സുബ നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് നേരം പുലർന്നിട്ടാണ് കേട്ടോ. രാവിലെ ആകുമ്പില്ലേ ഇവിടെ കുറേ പക്ഷികൾ വരും, കോട്ടയാടിലും മുറ്റത്തും എല്ലാം ആയിട്ട് നല്ല രസമൊന്ന് കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു കിളികളെ സൗണ്ടും ആ ഒരു എന്താ പറയുക ആ ഒരു പുലർച്ചയും അങ്ങനെ മാഷാ അല്ലാ അടിപൊളിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിനില്ലേ പയറും ദോശയും പിന്നെ വേവിച്ച മുട്ടയാണ് കേട്ടോ. പയറിൻ്റെ ഉള്ള റെസിപ്പി ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് തന്നെ പിന്നെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഫുഡെല്ലാം കഴിച്ചിട്ട് എക്സാമിൻ്റെ എല്ലാം ടൈമല്ലേ വരാൻ പോകുന്നത്, അതുകൊണ്ട് കുട്ടികളങ്ങനെ പഠിക്കാൻ പോകും. എല്ലാവരും കുട്ടികളെ പോലെ തന്നെ എൻ്റെ മക്കളുമില്ലേ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും ഭയങ്കര പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവുക. എന്നിട്ട് എക്സാമിൻ്റെ ടൈം വന്നിട്ട് അറിയും, എക്സാമെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ട് അറിയും അത് എഴുതാൻ കഴിഞ്ഞിട്ടില്ല, അത് മറന്നുപോയി. അങ്ങനെയല്ല, അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ്റെ തലേന്ന് അവർ പ്രിപ്പറേഷൻ ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളില്ലേ അതും തന്നെ കുട്ടികൾക്കൊരു പേഴ്സണൽ ഗൈഡർ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലേ അവർക്ക് എന്ത് പഠിക്കണം, ഏതെല്ലാം പോർഷൻസ് അപ്പം പഠിക്കണം, അവരുടെ ഡൗട്ടും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അവർക്ക് എക്സാമെല്ലാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും കേട്ടോ. അപ്പം എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലത്തെ ജോലിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അതുപോലെ തന്നെ വീഡിയോ എടുക്കൽ, അപ്ലോഡിങ്, എഡിറ്റിങ് കാര്യങ്ങളെല്ലാം ആകുമ്പം ഞാൻ നല്ല ബിസി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളെ പഠിക്കുന്ന കാര്യത്തിൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ടെൻഷനായിരിക്കും. പിന്നെ പഴയ വ്ളോഗ്സിലെല്ലാം പറയില്ല എൻ്റെ മോനെ എൻ്റെ ലിറ്റിൽ ജീനിൽ ചേർത്തിന്ന് ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ് കേട്ടോ. അല്ലെങ്കിൽ എനിക്കിപ്പം പഠിപ്പിക്കാൻ ടൈമില്ല, അല്ലാന്നുണ്ടെങ്കിൽ ഞാനൊന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ വന്നാലും ആ ഒരു പഠനത്തിൻ്റെ കാര്യത്തിൽ എനിക്കിപ്പം ടെൻഷനേ ഇല്ല കേട്ടോ. ഞാൻ കുറേ വ്ളോഗ്സിലത് പറഞ്ഞിട്ടുണ്ടായിന്. എന്നിട്ടും കുറേ ആൾക്കാർ എന്നോട് ചോദിക്കലുണ്ട് ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ്സിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ഷെയർ ആക്കിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അത് ഷെയർ ആക്കാം കേട്ടോ. മോൻ്റെ ക്ലാസ് ഉണ്ട്. പിന്നില്ലേ മുറ്റത്തിൻ്റെ അവസ്ഥ നോക്കിയ പണിക്കാറും പണിയെല്ലാം ആയിട്ട് മൊത്തത്തിൽ അലങ്കോലമായിട്ടുണ്ട്. ഒരാൾ കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിന് ആ മുറ്റം എപ്പോഴും ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമ്മൾ വൃത്തിയാക്കുന്നുണ്ടാകുന്ന ഭംഗിയായിട്ടുണ്ടാകുന്നത്. ആ ഇടയിൽ പുല്ല് മുളക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാവും, മാവിൻ്റെ ഇലയും കാര്യങ്ങളും. ഇതിപ്പം വൃത്തിയാക്കാത്തതുകൊണ്ട് അതങ്ങനെയായി. വൃത്തിയാക്കുമ്പോൾ മാത്രമേ കേട്ടോ എല്ലാം ഭംഗിയായിട്ടുണ്ടാവും. എന്തായാലും മോൻ്റെ ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. റിവ്യൂവും കാര്യങ്ങളും ചോദിച്ചവർ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞാനിതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ പഠനത്തിൻ്റെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം കാര്യങ്ങളും എല്ലാം. Fish, good. Then tell me. Flower. Flower. ഏത് കളറായി flower? Red. Red color. Okay, good boy. Super. Then, which channel is this? God. God. Yes, then. ഇതുണ്ടല്ലേ ടീച്ചറും മോനും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ ടീച്ചറിനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഞാനിപ്പം വീഡിയോ എടുക്കാൻ പോകുമ്പില്ലേ ഓൻ്റെ എല്ലാ ശ്രദ്ധ എന്നിലേക്കാവും. എനിക്ക് ഭയങ്കര നാണക്കേടാണ് ഞാൻ വീഡിയോ എല്ലാം എടുക്കുമ്പം. പിന്നില്ലേ
പിന്നെ ടീച്ചർ മോനെ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ടെൻഷൻ ഫ്രീ ആണ്. എനിക്ക് ഭയങ്കര എന്തോ ഒരു ആശ്വാസം പോലെയാണ്. മോന് സ്കൂളിൽ പോകുന്നുണ്ട്, എന്നാലും ഇല്ലേ കുട്ടിക്ക് ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടില്ല. ഒരുപാട് കുട്ടികളില്ലേ, അപ്പം ടീച്ചർമാർക്ക് എല്ലാ കുട്ടികളും ഒരുപോലെ ശ്രദ്ധിക്കാൻ കഴിയണമെന്നില്ല. അപ്പോൾ ഒരു പേഴ്സണൽ അറ്റൻഷൻ കിട്ടുക ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന രീതിയിൽ നമ്മൾ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ കിട്ടേണ്ടത് ആ ഒരു പ്രായത്തിൽ തന്നെ കിട്ടണം. എല്ലാന്നുണ്ടെങ്കിൽ അവർ വലുതായി വലിയ ക്ലാസ്സിലെല്ലാം എത്തുമ്പം ആ ഒരു ബേസിക് അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് കുട്ടികളെ മൊത്തം പഠനത്തിനെ ബാധിക്കും കേട്ടോ. പിന്നെ ഇൻ്റർവെല് ലിറ്റിൽ ജീനി ക്ലാസ് 3 വയസ്സ് മുതൽ 1ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇല്ലേ പ്രീ കെ ജി ലിറ്റിൽ ജീനി, എന്താ പറയുക, പ്രീ കെ ജി ലിറ്റിൽ ജീനി, അതുപോലെ തന്നെ കെ ജി സെക്ഷനായിട്ടുണ്ട്. സാധാരണ സ്കൂളിൽ LKG UKG എന്ന് പറഞ്ഞിട്ട് 2 വർഷം കൊണ്ട് പഠിക്കുന്നത് ഇവർ ഒരു 1 ഇയർ കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് ലെറ്റേഴ്സ്, സൗണ്ട്സ്, പ്രൊണൗൺസിയേഷന്, റീഡിങ്, റൈറ്റിങ്, അങ്ങനെ എല്ലാവരും കുട്ടികൾക്ക് പ്രോപ്പറാക്കി കൊടുക്കും കേട്ടോ. പിന്നെ അതിന് പുറമെ കുട്ടികൾക്ക് വീക്കെൻഡ്സിലെ മറ്റു കുട്ടികളായിട്ടുള്ള ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുട്ടികളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും മറ്റുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോഗ്രാമും കാര്യങ്ങളും എല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഓന് ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിലും ടീച്ചറും മോനും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എനിക്കാണെങ്കിൽ ഓനെ പഠിപ്പിക്കാൻ അത്ര ക്ഷമയൊന്നും കിട്ടില്ല, നമുക്ക് ദേഷ്യമെല്ലാം പിടിക്കില്ല. പക്ഷേ ടീച്ചർക്ക് ഭയങ്കര ക്ഷമയാണ് കേട്ടോ. മോനെ മനസ്സിലാക്കിയിട്ട് ഓനക്ക് ഏതാ കിട്ടാത്തല്ലാന്നുണ്ടെങ്കിൽ ഓനക്കത് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ ടീച്ചർ അടുത്ത ഭാഗത്തിലേക്ക് പോകും. കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് ഇവർ കുട്ടികൾക്ക് ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ട് കുട്ടികളെ ഏതിലാണ് വീക്ക് അല്ലാന്നുണ്ടെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ എന്താ വേണ്ടതെന്നുള്ള ഇവാലുവേറ്റ് ചെയ്തിട്ടില്ലേ ഇവർ കുട്ടികൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ടീച്ചറെയും കൂടി പ്രൊവൈഡ് ചെയ്യും. 55, 56. പിന്നെ ഇന്റർവെല്ലിൽ ഈ ഒരു ലിറ്റിൽ ജീനി ക്ലാസ് മാത്രമല്ല കേട്ടോ, +2 വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ സിലബസിലും സ്റ്റേറ്റ്, CBSE, ICSE അങ്ങനെ എല്ലാ സിലബസിലും ഇവരുടെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ വർഷം ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്ത ഒരുപാട് പേർക്ക് എല്ലാ കുട്ടികൾക്കും എന്താ പറയുക നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിന്. 8th മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഈ ഒരു ക്രാഷ് കോഴ്സ് വരുന്നത്. അപ്പോൾ ഇതിൽ വരുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാര്യങ്ങളെല്ലാം ആയിട്ട് മക്കളെ കറക്റ്റ് ചെയ്തിട്ട് അവർ എക്സാമിന് കറക്റ്റായിട്ട് എന്താ പറയുക പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് കേട്ടോ ഇതിൽ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കാണ്ട് എന്താ പറയുക ഇൻഡിവിജ്വൽ ക്ലാസ് അല്ലാണ്ട് ഗ്രൂപ്പ് ക്ലാസ് കൊടുക്കാൻ പറ്റുമെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അവർ ഗ്രൂപ്പ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 8th മുതൽ +2 എന്താ പറയുക 10th വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ. മറ്റേത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ളത് 8 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കാണ് കൊടുക്കുന്നത്. കുട്ടികളുടെ എക്സാമിലല്ലേ വരാൻ പോകുന്നത്. നമ്മൾ കുട്ടികളെ എത്ര തലേദിവസം പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്തായാലും ഉണ്ടാവില്ല. എന്തായാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ, നിങ്ങൾ ചെക്ക് ചെയ്തോ. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾക്കും ഉപകാരപ്പെടും.
ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനിയിപ്പം കിച്ചണെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കലാന്ന്. ഞായറാഴ്ച വലിയ പണിയൊന്നും ഉണ്ടാവില്ല. എന്താ പറയുക, തുടക്കാൻ അടിക്കാനുള്ളതല്ലേ, എന്താ പറയുക, അടിച്ചു വാരൽ ദിവസം അടിച്ചു വാരും. പിന്നെ തുടക്കാനുള്ളത് തലേ ദിവസം തന്നെ ശനിയാഴ്ച തന്നെ ഞാൻ തുടച്ചെടുക്കും കേട്ടോ. പിന്നെന്താ, നമ്മൾ പൈപ്പ് മാറ്റി കേട്ടോ. കുറേ നാളായി എന്നോട് ഈ ഒരു പൈപ്പ് കാണുമ്പം എന്തോ പോലെ ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് തുള്ളി തുള്ളിയായിട്ട് വരുന്ന പാത്രം കഴുകുന്ന കാണുമ്പോൾ എന്തോ പോലെ ഉണ്ട് എന്നല്ല കുറേ ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൈപ്പ് മാറ്റി. പിന്നെ ഈ ഒരു പൈപ്പിൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ കൊടുക്കാം കേട്ടോ, സ്ക്രീനിൽ തന്നെ കൊടുക്കുക. അതുപോലെ തന്നെ ഈ പൈപ്പ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഇത് എന്താ പറയുക എത്തിച്ചേരാൻ പറ്റും കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സ്ക്രീനിലും കൊടുക്കാം കേട്ടോ. നല്ല അടിപൊളി പൈപ്പ് തന്നെയാണ്. പിന്നിലെ പ്രഷർ പമ്പ് എന്താ പറയുക, നമ്മൾ വീട്ടിൽ താലിലാണ് ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിന്, ഇപ്പം മുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പൈപ്പ് വെക്കാൻ കഴിഞ്ഞത്. ആദ്യമേ വെക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ താലിൽ ഫിൽറ്റർ വെച്ചുകൊണ്ട് സ്പീഡിൽ വെള്ളം വരില്ല. അതുകൊണ്ടാണ് പിന്നെ വെക്കാണ്ടിരുന്നത്. പിന്നെ പണിക്കാരെ വെയിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇപ്പം പണിക്കാരെല്ലാം ഉണ്ട്, ഏകദേശം വർക്കെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പൈപ്പും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. ഇത് കുടിയലിൻ്റെ ടൈമേ വെക്കണമെന്ന് വിചാരിച്ച പൈപ്പാണ്, പക്ഷേ പറ്റിയിട്ടില്ല, ഫിൽറ്റർ തല്ലായതുകൊണ്ട്. അങ്ങനെ അപ്പോൾ നമ്മൾ ഈ കുടിയലിൻ്റെ ടൈമിൽ ഈ ഒരു പൈപ്പാണ് വേണ്ടിയെന്ന് പറഞ്ഞുതരാം. അവർ പറഞ്ഞാൽ ജസ്റ്റ് ഷോന് വെച്ച് തരാൻ പറ്റും, അല്ലാണ്ട് ഇതിൽ എന്താ പറയുക സ്പീഡിൽ വെള്ളം വരൂലാണ്, ഫിൽറ്റർ തല്ലായതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അന്നേരം ഷോന് വേണ്ട, എനിക്ക് യൂസ് ചെയ്യാനല്ലേ, അല്ലെങ്കിൽ ഷോ കിച്ചണായിട്ട് വെക്കാനല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ അൽഹംദുലില്ലാ അടിപൊളി പൈപ്പായില്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കിച്ചണും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കലാണ്. എല്ലാം ക്ലീൻ ആക്കിയിട്ട് പോയി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണ്. ഓരോരോ ദിവസം ഓരോരോ രീതിയിലാണ്. ഇന്നിപ്പോൾ എനിക്ക് കിച്ചൺ ക്ലീൻ ചെയ്യാനാണ്. ഫസ്റ്റ് കിച്ചണെല്ലാം ക്ലീൻ ആക്കിയിട്ട് അപ്പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇതാ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. ഇത്ര മാത്രമല്ല കേട്ടോ, ഞാൻ ഡെയിലി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയതാണ്. കൗണ്ടർ ടോപ്പും കാര്യങ്ങളും എല്ലാം തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്കേക്ക് കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണ്ട. കാര്യക്കാർക്ക് വീട്ടിൽ കൂടലുണ്ട്. വീട്ടിൽ കൂടൽ എന്ന് പറഞ്ഞാൽ കുടിയൽ, നമ്മൾ കുടിയൽ എന്നറിയും, പക്ഷെ പുറം നാട്ടിലെല്ലാം വീട്ടിൽ കൂടൽ എന്നല്ലേ പറയല്, അതുണ്ട്. അപ്പം എനിക്കും മക്കൾക്കുമായിട്ട് ഞാൻ ചോറുണ്ടാക്കാൻ നിൽക്കലില്ല. പിന്നെ കുറച്ച് ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഇനിയിപ്പോൾ ഒരു 3 മണിയാകുമ്പം ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ്. എന്താ പറയുക, കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞാൽ തന്നെ ഒരാശ്വാസമാണ്. അതുപോലെ തന്നെ ക്ലീനായ കിച്ചണിലേക്ക് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനും അടിപൊളിയല്ലേ. ഇപ്പുറം വരുമ്പോഴേക്കില്ലേ എൻ്റെ മോന് കാർട്ടൂൺ കാണുന്നുണ്ട്. പിന്നെ എൻ്റെ മൻഹ, മാഷാ അല്ലാ, എൻ്റെ മൻഹ മടക്കി വെച്ച ഡ്രസ്സാണ് കേട്ടോ അത്. മൻഹയും മൈസി രണ്ടാളും അടിപൊളിയായിട്ട് എല്ലാം ചെയ്യും. ഞാൻ നിർബന്ധിച്ചിട്ടൊന്നും ചെയ്യിപ്പിക്കുകയില്ല, പക്ഷേ അവർക്ക് തോന്നുമ്പം അവർ ചെയ്യും. അങ്ങനെ വൃത്തിയായിട്ടില്ലേ, അടിപൊളിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിക്കലാണ്. ഞായറാഴ്ചയെല്ലാം ആകുമ്പം അവരുടെ ബെഡ്ഷീറ്റും കാര്യങ്ങളെല്ലാം അവർ തന്നെ പിരിക്കും കേട്ടോ. പിന്നെ ടേബിളിൽ കുറച്ച് ഡ്രസ്സ് ഉണ്ടായിട്ടുണ്ടായിന്, അതോ അവർ അങ്ങനെ എടുത്ത് മടക്കി വെച്ചതാണ്. കുറേ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഇപ്പം മടക്കാൻ തന്നെ കാര്യം മുറ്റത്തും വീട്ടിൻ്റെ ഉള്ളിലെല്ലാം പണിക്കാറുണ്ടായിന്. അതുകൊണ്ട് തന്നെ അലക്കലും ആറിടലൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് അങ്ങനെ അലക്കലാണ്. എന്താ പറയുക, അലക്കി കഴിഞ്ഞാൽ ആറിയിട്ട് കഴിഞ്ഞാലില്ലേ ഉണങ്ങാനും പണിയല്ലേ ഡ്രസ്സ്. അങ്ങനെ കുറേ കുന്നൂടിയിട്ടുണ്ട് മടക്കി വെക്കാനെല്ലാം. അപ്പോൾ കുറച്ച് ഓറതെല്ലാം എടുത്ത് എനിക്ക് കുറച്ച് അങ്ങനെ മടക്കി തന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് എനിക്ക് കുറച്ചും കൂടി മടക്കാൻ ബാക്കിയുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ വിചാരിച്ചു ബെഡ്ഷീറ്റെല്ലാം വിരിച്ചിട്ട് അങ്ങനെ മടക്കി വെക്കാം. കാര്യം ഇന്ന് ഉച്ചയ്ക്ക് കാര്യമായിട്ടൊന്നും പണിയൊന്നുമില്ല. അപ്പം ഇങ്ങനത്തെ കബോർഡ് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലാണ്. പിന്നെന്താ, ഇന്ന് എഡിറ്റിങ്ങും ഇല്ല എനിക്ക്. സാധാരണ ഈ ഒരു ടൈമാകുമ്പോൾ എനിക്ക് എഡിറ്റിംഗ് ഉണ്ടാകലുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ ഇനിയിപ്പോൾ ആ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിക്കലാണ്. തലേദിവസം തന്നെ ഞാൻ ബെഡ്ഷീറ്റെല്ലാം മാറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ശനിയാഴ്ച ആകുമ്പം ഒന്ന് മൊത്തത്തിൽ തുടച്ച് ബെഡ്ഷീറ്റെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റും. ഇനിയിപ്പോൾ ഇന്ന് വിരിച്ചിടാനേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിയും കേട്ടോ. സുബഹ് നമസ്കരിക്കുന്നതോടെ തന്നെ കുളിയും. അത് രാവിലെ ഒരു കുളിച്ച് കഴിഞ്ഞാലില്ല നമുക്കൊരു ഫ്രഷ് ഫീൽ ആയിരിക്കും. പിന്നെ തുടക്കാനും പിന്നെ ഇങ്ങനെ ചിക്കനെയും മീനെല്ലാം ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ രാവിലെ കുളിക്കാൻ നിൽക്കില്ല.
പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജിമ്മിനും പോകാനുമില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ കുളിച്ച് ഫ്രഷായി. പണിയെല്ലാം ഈസി ആയിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നലുണ്ട്. രാവിലെ ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ ചെയ്യാത്തവർ ചെയ്ത് നോക്കാം. എനിക്കിപ്പോൾ ഇതാ ബെഡ്ഷീറ്റെല്ലാം വിരിക്കലാണ്. എനിക്കാണെങ്കിലില്ലേ ഒരു ചുളി പോലും ഇല്ലാണ്ട് ബെഡ്ഷീറ്റ് വിരിക്കണം. ആദ്യമെല്ലാണെങ്കിലില്ലേ നല്ല അലക്കിക്കഴിഞ്ഞാൽ നല്ലോണം ചുളിയൂലേ. ഒക്കെ കല്യാണം കഴിച്ച് കഴിഞ്ഞ പാട് ഞാനില്ലേ ഒരിക്കൽ ഇസ്തിരി ഇടും ഞാൻ ബെഡ്ഷീറ്റ്. അങ്ങനെ ഇസ്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ചെയ്യും ഞാൻ ബെഡ്ഷീറ്റ്. അപ്പോൾ ഇക്ക് ആദ്യമായിട്ട് കണ്ടിട്ട് പറഞ്ഞ ഇക്കാക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ടായിന്. എന്നോട് പല വട്ട് കണ്ടിട്ടുണ്ട്, ഇതുപോലത്തെ വട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ എന്നാൽ സൽവാർ ഇടുന്നെങ്കിൽ അത് അയൺ ചെയ്തിട്ടിടണം. അങ്ങനെ എനിക്കൊരു അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു പെർഫെക്റ്റ് ആയിട്ട് ഫീൽ ആകലുണ്ട്. എല്ലാവരോടും ചെയ്യാൻ ഞാൻ പറയൂല, ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ടാവും, അവർക്കറിയും ആ ഒരു ഫീലിങ്സ്. അങ്ങനെ എനിക്കിപ്പോൾ ഇതാ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം വിരിച്ച് മാഷാ അല്ലാ, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സമാധാനവും. ഇത് എത്ര ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും ഇല്ലേ നമ്മൾ വൃത്തിയാക്കുന്ന പോലെ ഇരിക്കും നമ്മളെ വീട്. കൊട്ടാരം കെട്ടിയിട്ടും വൃത്തിയാക്കാണ്ടിടുന്നവരുണ്ട്. എല്ലാം ഉണ്ടല്ലോ വൃത്തിയാക്കി കഴിഞ്ഞാൽ അതുപോലെ കാണുമെന്ന് പറയുന്നവരെല്ലാം ഉണ്ട്. പക്ഷേ ഇല്ലേ എൻ്റെ കാക്ക് വീടിൻ്റെ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. ഒരു വീടിൻ്റെ A to Z കാര്യങ്ങൾ, ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളും എല്ലാം ആയിട്ട്. അപ്പം ഇല്ലേ ഒക്കെ ഓരോരോ വീട് കാണുമ്പം എടുത്ത് കഴിഞ്ഞിട്ട് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോകുമ്പോൾ വന്നിട്ട് എന്നോട് അറിയലുണ്ട്, പഠിച്ചോനെ പുതിയ വീടാണ് എന്താക്കി വെച്ചതെന്ന് പറയും. അങ്ങനെ എത്ര വലിയ വീടാണെങ്കിലും ഇല്ലേ നമ്മൾ വൃത്തിയിൽ സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നമ്മളെ ഭർത്താവ് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമുക്കൊരു വീടെടുത്ത് തരുന്നത്, അത് നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അത് അത്രയും മോശമാക്കി ഒരാഴ്ച 2 ആഴ്ച കൊണ്ട് തന്നെ എല്ലാം വലിച്ചു വാരി ഇടുന്ന രീതിയിലാക്കുന്നവരും ഉണ്ട് കേട്ടോ. അപ്പം ഈ വീട് ഇതുപോലെ തന്നെ ഉണ്ടാവില്ല, 3 വർഷമെല്ലാം കഴിയുമ്പം പഴയ വീടാവും. പക്ഷേ നമ്മൾ ഓരോ ദിവസവും ഓരോരോ ഭാഗങ്ങൾ നോക്കി ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് അത് പെർഫെക്റ്റായിട്ട് നിൽക്കുന്നത്. ഒരിക്കൽ എന്നോട് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിന്, ആരോ എന്തോ ഒരു കമൻറ്റ് പറഞ്ഞ് എന്തോ ഒരു വൃത്തി ആ വീടിനെന്ന്. അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പോൾ അത്ര വൃത്തിയിൽ നിൽക്കുന്ന ഒരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. അതങ്ങനെയല്ല കേട്ടോ. എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുമ്പം വൃത്തിയാക്കാൻ പണി കൂടും. എല്ലായിടത്തും പൊടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങൾ ക്ലീൻ ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഈ വൃത്തിയിൽ നിൽക്കുന്നത്. അല്ലാണ്ട് വലിയ കൊട്ടാരം കെട്ടിയിട്ട് അത് 2-3 ദിവസം തിരിഞ്ഞ് നോക്കാണ്ടിരുന്നാൽ ഏറ്റവും പഴയ വീട്ടിനെക്കാട്ടി മോശമായ അവസ്ഥയിലാവും ആ വീട്. അങ്ങനെ മുറ്റും അതുപോലെ തന്നെയാണ്. ദിവസം മാവിൻ്റെ ഇല വീകും, തെങ്ങിൻ്റെ ആ ഒരു പൂക്കളും കാര്യങ്ങളും വീകും, പക്ഷികൾ വേസ്റ്റാക്കും, ചെടികളും കാര്യങ്ങളും വളർന്ന് മോശമാവും, അങ്ങനെ പൂക്കൾ വീണിട്ടുണ്ടാവും. അപ്പോൾ ഡെയിലി നമ്മൾ അടിച്ചുവാരി ക്ലീൻ ആക്കുന്നതുകൊണ്ടാണ് ആ മുറ്റും അതുപോലെ നിൽക്കുന്നത് കേട്ടോ. അല്ലാണ്ട് വെറുതെ അങ്ങനെ മായാജാലം പോലെ അങ്ങനെ ആകുന്നതല്ല. അങ്ങനെ ഒരു കമൻറ്റ് കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ മടിയില്ലാണ്ട് വൃത്തിയാക്കുകയാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വീട് എപ്പോഴും പുതിയ അതുപോലെ ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ വീടായതുകൊണ്ടാണ് ഞാൻ വൃത്തിയാക്കാത്ത, വലുത് കിട്ടിയാൽ വൃത്തിയാക്കും. ചെറിയ വീട് വിട്ടിട്ട് വൃത്തിയാക്കൽ എന്ന് വെച്ചാൽ ഈസി കാര്യമാണ്. അത് വലിയ വീടാകുമ്പില്ലേ എക്സ്ട്രാ പണിയായിരിക്കും. നമുക്ക് ബാക്ക് പെയിൻ്റെ പ്രശ്നവും കാര്യങ്ങളെല്ലാം വരും. കാരണം വീട്ടിൻ്റെ ഓരോ മുക്കും മൂലയും വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ അത് വെറുതെ നമ്മളായിട്ട് കണ്ടെത്തുന്ന എക്സ്ക്യൂസ് മാത്രമാണ് കേട്ടോ. വൃത്തിയാക്കുന്നവർ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് വൃത്തിയാക്കും. അങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഒരു സമാധാനം, അത്ര തന്നെ. ഇനിയിപ്പോൾ ഇതാ മടക്കി വെക്കലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതെല്ലാം കബോർഡിൽ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് 3 മണിക്കാണ് പിന്നെ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. കാര്യം എൻ്റെ ഒരു നമസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ കബോർഡെല്ലാം ഒന്ന് സെറ്റാക്കാനുണ്ടായിട്ടുണ്ടായിന്. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല. കാര്യം എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ വീഡിയോ കൂടുതൽ ലെങ്തിയാവും. ഇനിയിപ്പോൾ ഞാൻ 3 മണിക്ക് കിച്ചണിലേക്ക് വന്നതാണ്. കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അതിന് പറ്റില്ലേ, ഞാൻ കുബൂസിന് കച്ച് വെക്കലാണ്. ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മൈദ വെച്ചിട്ടുള്ള കുബൂസിൻ്റെ റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട്. സാധാരണ നമ്മൾ മൈദ വെച്ചിട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ്. ഞാനിത് ഇളം ചൂട് പാലിലേക്ക് 1 കപ്പ് ഇളം ചൂട് പാലിലേക്ക് 1 ടീസ്പൂണ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ചേർക്കാം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ടേ, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് അല്ലേ. ഇനിയിപ്പോൾ ഇതാ ഡ്രൈ ഈസ്റ്റ് ആണെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് പൊങ്ങാൻ വേണ്ടിക്ക് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മാവ് കുഴക്കാൻ വേണ്ടിക്ക് ഞാൻ 1 കിലോ ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മിക്സാക്കി വെച്ച പാലിൻ്റെ മിക്സിയിലെ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടിത് കുഴച്ചെടുക്കുക കേട്ടോ. കുഴഞ്ഞ് വരുന്ന ടൈമിലല്ലേ ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒന്ന് കുഴഞ്ഞ് വരില്ലേ, ആ ഒരു ടൈമിൽ 1 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഓയിലാലും കുഴപ്പമില്ല.
ഇനിയിപ്പോൾ ഇതാ എടുത്ത സാധനങ്ങൾ അന്നേരം തന്നെ ആ ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ നല്ലോണം കുഴച്ചെടുത്തില്ലേ, കൈവച്ചിട്ട് ആ കുഴച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ചപ്പാത്തിയെല്ലാം കുഴക്കൂലേ, കുപ്പൂസെല്ലാം ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയുന്നതായിരിക്കൂലേ. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് എന്താ പറയുക, ഡീറ്റെയിൽഡായിട്ട് കാണിക്കാണ്ടെന്ന്. നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതുപോലെ അടച്ച് വെക്കുക. പിന്നെ ഇത് 2 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ ഒന്ന് പൊങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ. ഞാനിപ്പോൾ ഓവണൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ചൂടായ ഓവണിലേക്ക് വെച്ച് കൊടുക്കലാണ് കേട്ടോ, ചൂടാക്കുന്നൊന്നുമില്ല, ജസ്റ്റ് പെട്ടെന്ന് പൊങ്ങി വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ കുട്ടികൾക്ക് വൈകുന്നേരത്തേക്ക് ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മാഗി ഉണ്ടാക്കാമെന്ന്. മാഗി എന്നാണ് നമ്മൾ പറയൽ, ബുൾഡാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് മുമ്പായിട്ടില്ലേ പാൽപ്പാട് ഞാനിങ്ങനെ കുരുമാറ്റലുണ്ട്. പിന്നെ ഗീൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഗീ നെയ്യിൻ്റെ റെസിപ്പിയില്ലേ, നെയ്യ് റെസിപ്പി നല്ല ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും പെർഫെക്റ്റായിട്ട് വീട്ടിലെങ്ങനെയാണ് നെയ്യ് ഉണ്ടാക്കാമെന്ന്. ഇനിയിപ്പോൾ ഞാനിതാ പാൽപ്പാട് ശേഖരിച്ച് വെക്കലാണ്. രാവിലെ പാൽ വാങ്ങും, തിളപ്പിച്ചിട്ട് വൈകുന്നേരം അങ്ങനെ വെക്കും, വൈകുന്നേരം വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കും. ഫ്രിഡ്ജിൽ വെക്കുവാണെങ്കിൽ ഇതിലും നല്ല കട്ടിയുള്ള എന്താ പറയുക പാൽപ്പാട് കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അത് മാറ്റിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് കോഫിക്കുള്ള പാൽ വെച്ചിട്ടുണ്ട്. എന്നിട്ടിതാ കുട്ടികൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കലാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ബുൾഡാക്ക് എന്നാണ് പറയുന്നത്, കറക്റ്റ് എനിക്കറിയില്ല. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. എന്താ പറയുക, നമ്മൾ എന്താ പറയുക മറ്റുള്ള നൂഡിൽസ് എല്ലാം കഴിക്കുന്നതിലും ഒരു വ്യത്യസ്തം, നല്ലൊരു ഫ്ലേവറലായിട്ട് അടിപൊളിയാണ്. ഇതിപ്പോൾ നാട്ടിലും ഉണ്ട്. ആദ്യം ഞാൻ ഗൾഫിൽ നിന്നെങ്ങാനും കഴിച്ചതാണ്, പക്ഷേ നാട്ടിൽ കിട്ടലുണ്ടായിട്ടില്ല. ഇതിപ്പോൾ നാട്ടിൽ കിട്ടുന്നതുകൊണ്ട് ഭയങ്കര ഹാപ്പിയാണ്. എപ്പോഴെങ്കിലും ഒരിക്കൽ കഴിക്കാൻ, ഒരു മാസത്തിലൊരിക്കോ 15 ദിവസം കൂടുമ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങനത്തെ ഐറ്റംസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇരുന്നിട്ട് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണ്. കുട്ടികളോട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനത്തെ ഐറ്റംസ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സന്തോഷം കാണുമ്പം നമ്മൾ വീട്ടിൽ എന്തുണ്ടാക്കി കൊടുത്തതിനാലും ഇങ്ങനത്തെ ഐറ്റംസിനോട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെ എൻ്റെ മുഹമ്മദല്ലാണെങ്കിൽ ഒരുപോലെ വേണമല്ലോ, പക്ഷെ ഓൻ ലാസ്റ്റ് ബാക്കി വെക്കും കേട്ടോ. പക്ഷേ എടുക്കുന്ന ടൈമിൽ എല്ലാം ഒരുപോലെ വേണം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടിയിട്ട് മിക്സാക്കി ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ കോഫിയാണ് കേട്ടോ അടിപൊളി. അപ്പോൾ കോഫിയും കൂടി ഉച്ചക്ക് കുട്ടികളൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ലോണം വിശന്നിട്ടുണ്ടാവും. അപ്പം വേഗം തന്നെ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കലാണ്. ദണ്ടില്ലേ, ഇതിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതിയാണ്, നല്ല ടേസ്റ്റാണ്. വാങ്ങാത്തവരാണെങ്കിൽ വാങ്ങി നോക്കിക്കോ കേട്ടോ. പിന്നെ എപ്പോഴും കഴിക്കാൻ ഹെൽത്തി ഒന്നല്ല, എല്ലാ ഐറ്റംസും തന്നെ പാക്കഡ് ആയിട്ടുള്ള അധികം ഐറ്റംസും എപ്പോഴും നമ്മൾ പുറത്തുനിന്ന് കഴിക്കൽ എന്താ പറയുക, പുറത്തുനിന്ന് കഴിക്കുന്ന ഫുഡൊന്നും ഭയങ്കര ഹെൽത്തി ഒന്നും അല്ലല്ലോ. എപ്പോഴെങ്കിലും ഒരിക്കൽ 15 ദിവസം കൂടുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ 1 മാസം കൂടുമ്പോഴും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ എനിക്കിപ്പോൾ ഇതാ കോഫി പൗഡറും കൂടി ഇട്ട് കൊടുക്കലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കോഫി. സ്ട്രെസ്സ് കുറക്കാനെല്ലാം കോഫി എത്രയോ നല്ലതാണ് കേട്ടോ. ടെൻഷൻ ഉണ്ടാകുന്ന ടൈമിൽ കോഫിയെല്ലാം ഞാൻ കുടിക്കലുണ്ട്. അതുപോലെ തന്നെ എനിക്കിങ്ങനെ മാഗിൻ്റെ കൂടെ അങ്ങനത്തെ ഐറ്റംസിൻ്റെ കൂടെ എല്ലാം എരിവിൽ ഐറ്റംസിൻ്റെ കൂടെ കോഫി വയ്ക്കാനാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഇതാ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കുടിയെല്ലാം പോയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഏറ്റവും എരിവില്ലത് കണ്ട ഞാനില്ലേ എരിവില്ല പാക്കറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ടായിനി. ഷെന മൈസില്ലേ എരിവില്ലത് കൂടുതൽ അതിനകത്ത് തന്നെ ഇട്ടിട്ടുണ്ടായിനി. ഞാനും ആദ്യം അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുണ്ടായിനി. പക്ഷെ ഇപ്പം വയറ് എരിയും എനിക്ക്. ആദ്യം പച്ചമാങ്ങയും മുളകെല്ലാം ഭയങ്കരമായിട്ട് തോന്നും, ഇപ്പം പറ്റുന്നില്ല. അങ്ങനെ ഇപ്പം എൻ്റെ മൈസിയും മുഹമ്മദും മൻഹാക്കും മധുരവും കേട്ടോ കൂടുതൽ ഇഷ്ടം. ഇനിയിപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പുറത്ത് കുറച്ച് നേരം നമ്മളെല്ലാവരും കൂടി സംസാരിച്ചിരുന്ന് ഇനിയിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു 6 മണിയായിട്ടുണ്ടാവും. 6 മണിയല്ല 5:30 അങ്ങാനും ആയിട്ടുണ്ടാവും കേട്ടോ. കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ചിക്കനെല്ലാം നേരത്തെ തന്നെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ചിക്കൻ്റെ ആ ഒരു ലെഗിൻ്റെ ഭാഗങ്ങളില്ലേ അത് മാത്രം ഒന്ന് എടുത്തിട്ടുള്ളത്. ഈ ഭാഗങ്ങൾ മാത്രമേ എല്ലാവരും കഴിക്കൂ. ആ ഒരു ബോൺലെസ് ആയിട്ടുള്ള പീസില്ലേ അതായിരിക്കും ഇഷ്ടം കുറവാണ്. അപ്പം ഞാൻ ഈ ഭാഗങ്ങളാണ് ഉപയോഗിക്കൽ. ഞാനിത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാലാണ് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ വേണ്ട, കുറച്ച്, അതിലും കുറച്ച്. ഇനിയിപ്പം കുറച്ച് 1/2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. മുളക് പൊടിക്ക് പകരം പാപ്രിക്ക ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഇതാ തൊലി കളയാത്ത ഉരുളക്കെങ്കിലേ ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട്. ഞാനില്ലേ സ്ക്രബ്ബർ അതിനായിട്ട് വെജിസെല്ലാം ഒന്ന് കഴുകാൻ പുതിയതായിട്ടുള്ളൊരു സ്ക്രബ്ബർ ഉണ്ടാവില്ലേ, നമ്മൾ പാത്രങ്ങൾ ഉരക്കാത്ത സ്ക്രബ്ബർ ഉപയോഗിക്കും. ഇങ്ങനെ ഉരുളക്കെങ്കിലെല്ലാം നല്ലോണം മണ്ണുണ്ടാവില്ലേ, ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കാൻ മണ്ണ് കളയണ്ടേ. അങ്ങനെ ചെറുനാരങ്ങയും കൂടി പിഴിഞ്ഞ് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കലാണ്.
ഇനിയിപ്പോൾ ഇതാ മഗ്രിബിൻ്റെ ടൈമായി. ഇനിയിപ്പം എന്താ പറയുക, മഗ്രിബ് നമസ്കാരവും കാര്യങ്ങളെല്ലാം ആയിട്ട് കുറച്ച് നേരം ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഞാനൊന്ന് ഫ്രഷായി, കറിയും ചിക്കനും കാര്യങ്ങളെല്ലാം കഴുകിയോണ്ട് തന്നെ രാവിലെ കുളിച്ചതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, എന്നിട്ട് ഇതാ ഓവളിലേക്ക് വെച്ച് കൊടുക്കലാണ്, ചിക്കനെല്ലാം ഓവളിലേക്ക് വെച്ച് കൊടുക്കലാണ്. അപ്പോൾ ഈ ഒരു പീസിനെ കൊണ്ട് തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ പീസ് എടുത്തിട്ട് ചെയ്യാം. ഞാനിപ്പം നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇങ്ങനത്തെ പീസാണ് കഴിക്കാൻ ഇഷ്ടം, അതുകൊണ്ട് ഞാൻ 2 ചിക്കൻ്റെ ലെഗ് പീസ് അങ്ങനെ മാറ്റി വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ ചിക്കൻ ആദ്യം വെച്ച് കൊടുത്തു, പിന്നെ ഇതാ ഉരുളക്കിഴങ്ങും കൂടി വെച്ച് കൊടുക്കലാണ്. പിന്നെ ഞാൻ ആ ഒരു മസാല ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ഒലീവ് ഓയിൽ, ഗരം മസാല പൗഡർ, കുരുമുളക് ക്രഷ് ചെയ്തത്, അതുപോലെ തന്നെ ചെറുനാരങ്ങ പിഴിഞ്ഞത്, മുളക് പൊടി, പാപ്രിക്ക ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി, പിന്നെ ഒറിഗാനോ, ഇത്രയും ഐറ്റംസ് മിക്സ് ആക്കി എടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ മസാല മൊത്തത്തിൽ ഞാൻ ചിക്കനിലേക്ക് തന്നെ വെച്ച് കൊടുക്കലാണ്. ഇതാ മൊത്തത്തിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഐറ്റംസും കൂടി വേണം. ഞാനില്ലേ ഈ ഒരു ടൊമാറ്റോ സൂപ്പാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പം ഈ ഒരു തക്കാളിയിലല്ലേ ഒന്ന് ചുട്ട് വരണം, നല്ലോണം കുക്കായിട്ട് വരണം. അതിനായിട്ട് ഇതാ ഞാൻ 4-5 തക്കാളി എടുക്കുക, ചെറുതാണെങ്കിൽ 5 എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 4 തക്കാളി എടുക്കുക കേട്ടോ. തക്കാളി ഇതുപോലെ കട്ടാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി വേണം, 2 ബൾബ് വെളുത്തുള്ളി വേണം. എന്താ വെളുത്തുള്ളിൻ്റെ ആ ഒരു താഴ് ഭാഗം ഒന്ന് കട്ടാക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുക്കലാണ് കേട്ടോ. സാധാരണ നമ്മളിങ്ങനത്തെ ചിക്കനെല്ലാം ഉണ്ടാക്കുമ്പം ഹുമൂസ് അല്ലാന്നുണ്ടെങ്കിൽ മയോണൈസ് എല്ലാം ഉണ്ടാക്കുക, പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഈ ഒരു സംഭവം, ഈ ഒരു ടൊമാറ്റോ സൂപ്പ് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു ചിക്കൻ്റെയും കുബൂസിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിക്കും. ഇനിയിപ്പോൾ ഇതാ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ക്യാപ്സിക്കിൽ 2 കളർ എടുത്തിട്ടുണ്ട്, 3 കളറും എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കില്ലാന്ന് വിചാരിച്ചിട്ട് പ്രശ്നമില്ല, നമുക്ക് ബജി മുളക് ഉണ്ടാവില്ലേ, ബജി മുളക് ഉണ്ടെങ്കിൽ ഒരു 3-4 ഇതുപോലെ കട്ടാക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഓവളിൽ വെച്ച് കൊടുക്കലാണ്. ഒരു 30 മിനിറ്റ് 250-200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് കോയിലും മേലും തലെല്ലാം ചൂടാക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. പെട്ടെന്ന് തന്നെ കട്ടാക്കിയ ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ഇതാ ഒരു 30 മിനിറ്റ് ഞാൻ വെച്ച് കൊടുക്കലാണ്. പിന്നെ എന്നോട് കുറേ ആൾക്കാർ ബോഷിൻ്റെ ഓവൻ്റെ റിവ്യൂ പറയാൻ പറഞ്ഞിട്ടുണ്ടായിന്. നല്ല ഓവണാണ് കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിന്. പിന്നില്ലേ ഇതിൽ പല റെസിപ്പീസ് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഇല്ലേ എൻ്റെ വീട്ടിൽ കൂടലിൻ്റെ ടൈം ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുപാട് പ്രശ്നങ്ങളുള്ള ടൈമാണ് വീട്ടിൽ കൂടലുണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ നിന്നില്ലേ ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യുക, ഇതിലെന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്നൊന്നും അറിയണ്ടായിട്ടില്ല. ഇപ്പം ഏകദേശം ഓക്കെ ആയിട്ട്. കാര്യം ഇത് അധികം ഫോറിനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ബോഷിൻ്റെ ഓവണ് അധികം ഫോറിനേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അധികം ആൾക്കാരും നമ്മുടെ നാട്ടിൽ നിന്ന് വാങ്ങലില്ല, കാര്യം അത്രയ്ക്കും നല്ല എന്താ പറയുക, അത്രയും നല്ല ക്വാളിറ്റിയാണ്, അതുപോലത്തെ റേറ്റും ഉണ്ട് കേട്ടോ ഇതിന്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം നേരം ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാൻ ഏകദേശം പഠിച്ച് വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ചെയ്യാം കേട്ടോ. പിന്നെ യൂസർ മാനുവൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഫോറിനേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിന്. അതിലും ഫുള്ളായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും എവിടെയും കൊടുത്തിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മൊത്തത്തിൽ അങ്ങനെ പഠിക്കാനും പറ്റിയിട്ടില്ല. പിന്നെന്താ, അതിൽ തന്നെ ഈ ഒരു മോഡൽ, ഇത് കുറച്ച് പുതിയ മോഡലാണ്, അത് ആരും ചെയ്തിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ മലയാളത്തിൽ പിന്നെ തീരില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം റിവ്യൂ ചെയ്യാണ്ടെന്നെ. ഇത് ഞാൻ പറഞ്ഞത് ചോദിച്ചുകൊണ്ട് മാത്രമാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ റേറ്റ് കൂടിയ പ്രൊഡക്റ്റാണെന്നെല്ലാം പറയുമ്പം പൊങ്ങച്ചം പോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയാണ്ടെന്നെ. ഇൻഷാ അല്ലാഹ് ചോദിച്ചവർക്ക് വേണ്ടിക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ റിവ്യൂ ചെയ്യാം കേട്ടോ. യൂസർ മാനുവലൊന്നും എൻ്റെ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ വീഡിയോ ഫുള്ളായിട്ട് ചെയ്യാണ്ടെന്നെ. പിന്നെ പ്രൊഡക്റ്റ് എനിക്ക് ഇതുവരെ ഞാൻ യൂസ് ചെയ്ത കൂട്ടത്തിൽ എനിക്ക് ബെസ്റ്റ് ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിന് കേട്ടോ. നമ്മൾ പൈസ കൊടുക്കുന്നതിനുള്ള മൂല്യം എന്തായാലും ഉണ്ട് അങ്ങനെ. പിന്നെന്താ, നമ്മൾ സാധാ ഓവൺ യൂസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. ബോഷിൻ്റെ പ്രൊഡക്റ്റിനൊരു പ്രത്യേകത എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഹോബായാലും ഹുഡായാലും എല്ലാം കുറച്ച് റേറ്റ് ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാളിറ്റി എന്തായാലും ഉണ്ട് കേട്ടോ. ഒന്ന് ബോഷാണ് ഏറ്റവും മാർക്കറ്റിൽ ഏറ്റവും വില കൂടിയ ഐറ്റംസ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിന്. പക്ഷെ അതിൻ്റെ ക്വാളിറ്റി എനിക്ക് ഉണ്ട്. നമ്മൾ അടുപ്പിനെല്ലാം തുരുമ്പെല്ലാം ചിലത് പിടിക്കൂലേ, അതൊന്നുമില്ല കേട്ടോ. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ് ബോഷിൻ്റെത്. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ മൊഹിറ്റോ ഉണ്ടാക്കലാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുബൂസ് ചുട്ടെടുത്തിട്ടുണ്ട്. കുബൂസിലെല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് തന്നെയല്ലേ, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാണ്ടെന്ന്. സാധാരണ നമ്മൾ കുബൂസ് ചപ്പാത്തിയിലും കുറച്ച് കട്ടിയായിട്ട് പരത്താം, എന്നിട്ട് ചപ്പാത്തി ചുടുന്ന പോലെ ചുട്ടെടുക്കുക. അപ്പുറം ഇപ്പുറം ബബിൾസ് വന്നു കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുക്കുക, പൊങ്ങി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക എടുത്തു മാറ്റുക. പിന്നെ കുബൂസിൻ്റെ മാവ് പെട്ടെന്ന് പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ.
2-3 മണിക്കൂർ എടുക്കുന്നത് 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ മൊഹിറ്റോ ഉണ്ടാക്കിയെടുക്കലാണ്. ഓറഞ്ച് ജ്യൂസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഓറഞ്ച് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്, കസ്കസ്, പിന്നെ പുതിനയില, പച്ചമുളക് വേണമെന്നെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് സ്ട്രോബെറിയും കൂടി കട്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നില്ലേ ഞാനിതെല്ലാം ചെയ്തത് മൈസി മനിയും മുഹമ്മദും ആരും കണ്ടിട്ടില്ല, എക്കും കണ്ടിട്ടില്ല, ഓരെല്ലാം അപ്പുറവും ഇല്ല. എന്താ പറയുക, മൈസി മനിയും പഠിക്കുകയെന്ന്, എക്കും മുഹമ്മദും അപ്പുറമുണ്ട്. പക്ഷേ ഇല്ലേ ലാസ്റ്റ് ടൈം ഈ ഒരു സോഡ ഒഴിക്കുന്ന ടൈം എൻ്റെ മുഹമ്മദ് കണ്ടുപിടിച്ചിട്ട് ഓനക്ക് മൊഹിറ്റോ ഭയങ്കര ഇഷ്ടമൊന്നും ഓനക്ക് ഒഴിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിട്ട് അങ്ങനെ ഓൻ ഒഴിക്കലാണ് കേട്ടോ. ഓനക്ക് ഭയങ്കര ഇഷ്ടമൊന്നു മൊഹിറ്റോ, ഈ സോഡ, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം. അങ്ങനെ ഓനക്ക് തന്നെ കസ്കസ് ഇടണം, അങ്ങനെ ഓൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കലാണ്. എനിക്ക് ഇട്ട് കൊടുക്കാനെല്ലാം ഇഷ്ടം തന്നെ, പക്ഷേ കുട്ടികൾ കുക്ക് ചെയ്യുമ്പം മൊത്തത്തിൽ നല്ല അടക്കം അറിയൂലേ, നല്ല അടക്കം വെള്ളവും പഞ്ചസാരൻ്റെ ഇതെല്ലാം ഉണ്ടാവില്ലേ, അങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഇതിങ്ങനെ അടച്ചു കൊടുക്കുമ്പം ഓനടക്കുന്നത് ഞാൻ എടുത്തിട്ട് നല്ല വൃത്തിക്ക് അടക്കും. അങ്ങനെ ഓനക്ക് തന്നെ അടക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ സമയം അങ്ങനെ എന്താ പറയുക വെയിറ്റ് ചെയ്തിട്ടുണ്ടായിനി. നല്ല വിറ്റുണ്ടായിട്ടുണ്ടായിന് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അതൊരു വിറ്റായിട്ട് ഫീൽ ചെയ്യില്ല, എനിക്ക് ചിരി വന്നിട്ടുണ്ടായിരുന്നു ഓൻ്റെ ഒരു കളി കണ്ടിട്ട്. അതുകൊണ്ട് ആ ഒരു ഭാഗം കട്ടാക്കാണ്ട് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ മൊഹിറ്റോ എല്ലാം റെഡി ആയിട്ടുണ്ട്, പാർട്ടിയിലെല്ലാം സെർവ് ചെയ്യാൻ അടിപൊളിയല്ലേ. ഇനിയിപ്പോൾ ഇതാ നമ്മൾ ചിക്കന് കുക്കായിട്ട് വന്നിട്ടുണ്ട് 30 മിനിറ്റിന് ശേഷം. ഇനിയിപ്പം ഞാൻ ക്യാപ്സിക്കം, തക്കാളി, വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടില്ലേ, അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കലാണ്. വെളുത്തുള്ളിൻ്റെ തൊലി ഇതുപോലെ കളഞ്ഞിട്ട് വേണം കേട്ടോ, അതിൽ ഒരു പൾപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. തക്കാളി, ക്യാപ്സിക്കം, വെളുത്തുള്ളി, ഉള്ളി എല്ലാം നല്ലോണം ചുട്ട് വന്നിട്ടുണ്ട്. അതെല്ലാം ഈ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഇടണ്ട കേട്ടോ, ഈ ഐറ്റംസ് മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ ഇട്ട് കൊടുക്കലാണ്. ടൊമാറ്റോ സൂപ്പ് ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ച് നോക്കണം. നമുക്ക് ഹുമ്മൂസിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ മയോണസിൻ്റെയോ ഒന്നും ആവശ്യമില്ല. ഇനിയിപ്പോൾ ചിക്കൻ്റെ ആ ഒരു ഗ്രേവിയില്ലേ താഴ്ഭാഗത്തുള്ള അത് മൊത്തത്തിൽ മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കൊടുക്കലാണ്. ആ ഒരു ചിക്കൻ വെന്ത ഓയിലും തക്കാളിൻ്റെയും എല്ലാത്തിൻ്റെയും ആ ഒരു സൂപ്പാണ് കേട്ടോ. എല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കലാണ്. നല്ല ടേസ്റ്റാണ്, ചിക്കൻ്റെ പോലും ആവശ്യമില്ല കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിക്ക്. ഒരു പീസ് ബട്ടർ മുകളിലായിട്ട് ഞാൻ ഭംഗിക്ക് വേണ്ടിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്, ഇതിൻ്റെ ആവശ്യമില്ല. ഞാൻ വീട്ടിൽ സാധാ ചെയ്യുമ്പോൾ ഇതിട്ട് കൊടുക്കലില്ല. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഈ ഒരു ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കി നോക്കണം. ചിക്കനെല്ലാം ഉണ്ടാക്കുമ്പോൾ ഹുമ്മൂസ് ഉണ്ടാക്കണ്ടേ മയോണീസ് ഉണ്ടാക്കണ്ടേ എന്ന് ചിന്തിക്കേണ്ട. ചിക്കന് ഫ്രൈ ആക്കാൻ ചുട്ടെടുക്കാൻ വെക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് വെജിസും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാം കൂടി അരച്ച് കഴിഞ്ഞാൽ സൂപ്പ് റെഡി കേട്ടോ. നല്ല ടേസ്റ്റാണ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണം. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പ്ലേറ്റിൽ ഇട്ടിട്ടും കൂടി കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് കുബൂസാണ്, ആട്ടപ്പൊടിനെ കൊണ്ട് ഗോതമ്പ് പൊടിനെ കൊണ്ട് ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് പെർഫെക്റ്റ് അല്ലാണ്ടൊന്നുമില്ല, പെർഫെക്റ്റ് കുബൂസാണ്. ഈ മൈദ എല്ലാം ഉണ്ടാക്കാൻ ഇഷ്ടമല്ലാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കിക്കോ. പിന്നെ ഒരു ചുട്ടെടുത്ത ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം ആയിട്ട് ഇന്നത്തെ ഡിന്നർ അടിപൊളിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് കുബൂസാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ടപ്പൊടിയും മൈദയും കൂടി ചേർത്തിട്ട് ഒരേ അളവിൽ ചെയ്തെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മൈദ മാത്രം വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. പക്ഷേ ഞാനിപ്പോൾ ആട്ടപ്പൊടി മാത്രം ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. പുറമേ ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനും അതുപോലെ ടൊമാറ്റോ സൂപ്പും. ടൊമാറ്റോ സൂപ്പിൽ കുറച്ചധികം വെള്ളം ചേർത്തിട്ട് ലൂസാക്കിയിട്ട് അങ്ങനെ സ്പൂണോട് കോരി കഴിക്കുന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും അടിപൊളി. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിക്ക് പ്ലേറ്റിൽ സെർവ് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തന്നതാണ്. നല്ല സോഫ്റ്റ് കുബൂസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നത്തെ ഡിന്നർ അടിപൊളിയാണ്. കക്കും മക്കളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെന്താ, നിങ്ങൾ എന്തായാലും പാർട്ടിയിലോ അല്ലാന്നുണ്ടെങ്കിൽ വിരുന്നാർ വന്നാലോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്കും ഹസ്ബൻഡിനെല്ലാം സർപ്രൈസായിട്ട് ഒരു ഡിന്നർ പാർട്ടിയെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹാപ്പി ആവും കേട്ടോ. ഡിന്നറെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ട്രൈ ആക്കുമെന്ന് വിശ്വസിക്കുന്നു. എളുപ്പമല്ലേ, ഇതെല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഒന്നും പണിയില്ല. ചിക്കനെല്ലാം കഴുകി കുറച്ച് ഐറ്റംസ് എല്ലാം ഓവളിൽ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ ആയില്ലേ അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒരു സ്മൈലെങ്കിലും കമൻറ്റ് ആയിട്ട് ഇടുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.